നമസ്കാരം, പ്രവാസ് മലയാളിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. UAE-യിൽ 393 പേർക്ക് കൂടി COVID-19 സ്ഥിരീകരിച്ചു. രാജ്യത്ത് ഇതുവരെ കോവിഡ് ബാധിച്ചവരുടെ എണ്ണം 43,752 ഉയർന്നു. 2 പേർ കൂടി മരിച്ചതോടെ UAE-യിൽ കോവിഡ് മൂലമുള്ള മരണസംഖ്യ 300 755 പേർ രോഗമുക്തരായി. ഇതോടെ UAE-യിൽ ആകെ കോവിഡ് മുക്തരായവരുടെ എണ്ണം 30,996 ഉയർന്നു. പുതുതായി കോവിഡ് സ്ഥിരീകരിച്ച എല്ലാവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്നും അവർക്ക് വേണ്ട പരിചരണം ലഭിക്കുന്നുണ്ടെന്നും ആരോഗ്യരോഗ പ്രതിരോധ മന്ത്രാലയം അറിയിച്ചു. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്കിടെ 38,000 കോവിഡ് പരിശോധനകൾ കൂടി അധികമായി നടത്തിയതിലൂടെയാണ് കൂടുതൽ രോഗികളെ കണ്ടെത്താനായത്. ഒമാനിൽ 882 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇതോടെ രാജ്യത്തെ മൊത്തം കോവിഡ് രോഗബാധിതരുടെ എണ്ണം 27,670 ഉയർന്നു. 3,317 പേർക്കാണ് രോഗപരിശോധന നടത്തിയത്. പുതിയ രോഗികളിൽ 484 പേർ പ്രവാസികളും 368 പേർ സ്വദേശികളുമാണ്. 710 പേർക്ക് കൂടി രോഗം ഭേദമായിട്ടുണ്ട്. ഇതോടെ രോഗമുക്തരായവരുടെ എണ്ണം 13,974 ഉയർന്നു. 6 പേർ കൂടി മരണപ്പെട്ടതോടെ മരണസംഖ്യ 125 13,571 പേരാണ് നിലവിൽ അസുഖബാധിതരായിട്ടുള്ളത്. 55 പേരെ കൂടി പ്രവേശിപ്പിച്ചതോടെ ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 389. ഇതിൽ 102 പേർ തീവ്രപരിചരണ വിഭാഗത്തിലാണുള്ളത്. പുതിയ രോഗികളിൽ 527 പേരാണ് മസ്കറ്റ് ഗവർണറേറ്റിൽ നിന്നുള്ളത്. ഇതോടെ മസ്കറ്റ് ഗവർണറേറ്റിലെ കോവിഡ് ബാധിതരുടെ എണ്ണം 20,000 അടുക്കുന്നു. വ്യാഴാഴ്ച 2 പേർ കൂടി മരിച്ചതോടെ കുവൈറ്റിൽ കൊറോണ മരണം 308 ഉയർന്നു. 541 പേർക്ക് കൂടി കൊറോണ രോഗം സ്ഥിരീകരിച്ചതായും 616 പേർ രോഗവിമുക്തരായതായും ആരോഗ്യ മന്ത്രാലയ വക്താവ് ഡോക്ടർ അബ്ദുള്ള അൽ സനാദ് അറിയിച്ചു. രാജ്യത്ത് ഇതുവരെ 38,074 പേർക്ക് കൊറോണ രോഗബാധ സ്ഥിരീകരിച്ചതിൽ 29,512 പേരും രോഗവിമുക്തരായി. 188 പേർ തീവ്രപരിചരണ വിഭാഗത്തിലും 8,284 പേർ ചികിത്സയിലുമാണ്. പുതുതായി കൊറോണ രോഗബാധ കണ്ടെത്തിയവരിൽ 283 പേരും സ്വദേശികളാണ്. വിദേശികൾ 258 പേരാണ്. അഹമ്മദി, ഫർവാനിയ, ജഹറ, ഹവല്ലി മേഖലകളാണ് ബുധനാഴ്ചയും കൊറോണ ഹോട്ട്സ്പോട്ടുകളായി തുടരുന്നത്. ഖത്തറിൽ 7 പേർ കൂടി COVID-19 ബാധിച്ചു മരിച്ചതോടെ മരണസംഖ്യ 93 ഉയർന്നു. 1,021 പേരിൽ കൂടി പുതുതായി രോഗം സ്ഥിരീകരിച്ചു. 3,831 പേരിൽ നടത്തിയ പരിശോധനയിലാണ് 1,021 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചത്. അതേസമയം 1,767 പേർ കൂടി സുഖം പ്രാപിച്ചതോടെ രോഗവിമുക്തരുടെ എണ്ണം 60,409 വർദ്ധിച്ചു. ചികിത്സയിൽ കഴിയുന്നവരുടെ എണ്ണം 20,000 കുറഞ്ഞിട്ടുമുണ്ട്. തീവ്രപരിചരണ വിഭാഗത്തിൽ 221 പേരാണ് ഉള്ളത്. മൊത്തം രോഗബാധിതരുടെ എണ്ണം 80,462 രാജ്യത്ത് ഇതുവരെ കോവിഡ് പരിശോധനയ്ക്ക് 3,13,501 പേരാണ് വിധേയരായിരിക്കുന്നത്. UAE-യിലെ ഫുജൈറയിൽ മലയാളി കോവിഡ് ബാധിച്ച് മരിച്ചു. മലപ്പുറം തിരൂർ നിറമത്തുരൂർ മങ്ങാട് സ്വദേശി ഉമർ ബാവയാണ് മരിച്ചത്. 58 വയസ്സാണ്. ഫുജൈറയിൽ സ്വകാര്യ സ്ഥാപനത്തിന്റെ PRO ആയിരുന്നു. കഴിഞ്ഞ ദിവസം കൊഴിഞ്ഞു വീണ ഇദ്ദേഹത്തെ ആശുപത്രിയിൽ എത്തിച്ച ശേഷം നടത്തിയ പരിശോധനയിലാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. നേരത്തെ പ്രമേഹ രോഗത്തിന് ചികിത്സയിലായിരുന്നു. മൃതദേഹം കോവിഡ് പ്രോട്ടോകോൾ പ്രകാരം UAE-യിൽ ഖബറടക്കും. കണ്ണൂർ പയ്യന്നൂർ വെള്ളൂർ സ്വദേശി കടിഞ്ഞാപ്പള്ളി പുതിയ വീട്ടിൽ ജയപ്രകാശ്, ആലപ്പുഴ കായംകുളം എരിവ സ്വദേശി സൗപർണികയിൽ ഷിബു രാധാകൃഷ്ണൻ, തിരുവനന്തപുരം വെങ്ങാറമൂട് പിച്ചി മകല സ്വദേശി സൈഫുദ്ദീൻ ഹാഷിം എന്നിവരാണ് സൗദിയിൽ കോവിഡ് ബാധിച്ച് മരിച്ചത്. ജയപ്രകാശ് കോവിഡ് ബാധിച്ച് സുവൈദി അൽഹമാദി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. റിയാദ് തറവാട് കൂട്ടായ്മ കാര്യദർശിയായിരുന്നു. സ്വകാര്യ കമ്പനിയിൽ സീനിയർ ഡിസൈനർ ആയിരുന്നു. ആലപ്പുഴ സ്വദേശി ഷിബു രാധാകൃഷ്ണൻ അൽഹസയിൽ കോവിഡ് ബാധിച്ചാണ് മരിച്ചത്. കഴിഞ്ഞ ദിവസം കഠിനമായ ശ്വാസതടസ്സത്തെ തുടർന്ന് അൽഹസ കിങ് ഫഹദ് ആശുപത്രിയിൽ എത്തിച്ച് ചികിത്സ നൽകിയെങ്കിലും ഹൃദയാഘാതം സംഭവിക്കുകയായിരുന്നു. കോവിഡ് പരിശോധനയിൽ ഇന്ന് ഫലം വന്നതോടെ പോസിറ്റീവ് സ്ഥിരീകരിച്ചു. മറ്റൊരു മലയാളിയായ തിരുവനന്തപുരം വെങ്ങാറമൂട് സ്വദേശി സൈഫുദ്ദീൻ ഹാഷിമാണ് റിയാദിൽ മരണപ്പെട്ടത്. കോവിഡ് ലക്ഷണങ്ങൾ ഉണ്ടായിരുന്നു. ഹൃദയാഘാതം മൂലമാണ് മരണമെന്നാണ് പ്രാഥമിക നിഗമനം.
നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകാനാവില്ലെന്ന് സംസ്ഥാന സർക്കാർ. അതിഥി തൊഴിലാളികൾക്കായി സുപ്രീം കോടതി നിർദ്ദേശിച്ച ആനുകൂല്യങ്ങൾ മടങ്ങിവരുന്ന പ്രവാസികൾക്ക് നൽകാനാവില്ലെന്നും സംസ്ഥാന സർക്കാർ അറിയിച്ചു. നോർക്ക പ്രിൻസിപ്പൽ സെക്രട്ടറിയാണ് ഇക്കാര്യം വ്യക്തമാക്കി ഉത്തരവിറക്കിയത്. പ്രവാസികളെ അതിഥി തൊഴിലാളികളായി കണക്കാക്കി ആനുകൂല്യങ്ങൾ നൽകാനുള്ള സാധ്യത പരിശോധിക്കണമെന്ന് കേരള ഹൈക്കോടതിയാണ് സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. ഈ നിർദ്ദേശത്തിന് മറുപടിയായാണ് സംസ്ഥാന സർക്കാർ പ്രവാസികൾക്ക് ആനുകൂല്യം നിഷേധിച്ചുകൊണ്ട് ഉത്തരവിറക്കിയിരിക്കുന്നത്. ഗൾഫിൽ നിന്നെത്തുന്നവർക്ക് കോവിഡ് പരിശോധന നിർബന്ധമാക്കിയ തീരുമാനം വൈകിപ്പിച്ച് സംസ്ഥാന സർക്കാർ. 24 വരെ ഗൾഫിൽ നിന്നെത്തുന്നവർക്ക് കോവിഡ് പരിശോധന വേണ്ട. നാളെ മുതൽ നടപ്പാക്കാൻ തീരുമാനിച്ചത് 25 മുതൽ നിർബന്ധമാക്കിയാൽ മതിയെന്നാണ് സംസ്ഥാന സർക്കാർ തീരുമാനം. 25-നകം ട്രൂനാറ്റ് പരിശോധനയ്ക്കുള്ള സൗകര്യം ഏർപ്പെടുത്താനാവുമെന്നാണ് സർക്കാർ പ്രതീക്ഷിക്കുന്നത്. ഈ സാഹചര്യത്തിലാണ് തീയതി നീട്ടിയത്. 5 ദിവസം കൊണ്ട് എല്ലാ എംബസികളും സംവിധാനമൊരുക്കാനാണ് ശ്രമം. UAE-യിൽ കോവിഡ് മാറിയ കുട്ടികളിൽ അപൂർവ രോഗാവസ്ഥ കാണപ്പെടുന്നതായി മുന്നറിയിപ്പ്. മൾട്ടി സിസ്റ്റം ഇൻഫ്ലമേറ്ററി സിൻഡ്രോം എന്ന് വിളിക്കുന്ന രോഗാവസ്ഥയുമായി 5 കുട്ടികൾ ചികിത്സ തേടി. മാതാപിതാക്കൾ ജാഗ്രത പാലിക്കണമെന്ന് ആരോഗ്യ വിദഗ്ധർ മുന്നറിയിപ്പ് നൽകി. കടുത്ത പനി, കണ്ണ് ചുമന്ന് പീളം കെട്ടൽ, വയറിളക്കം, ചൊറിച്ചിൽ എന്നിവയാണ് ലക്ഷണങ്ങൾ. കുട്ടികളിൽ ഹൃദ്രോഗ ലക്ഷണങ്ങൾക്കും അമിത രക്തസമ്മർദ്ദത്തിനും സാധ്യതയുണ്ട്. കോവിഡ് മാറിയ കുട്ടികളിലും കോവിഡ് രോഗികളുമായി ഇടപഴകിയ കുട്ടികൾക്കുമാണ് ഇത് കണ്ടുവരുന്നത്. നേരത്തെ മറ്റു രാജ്യങ്ങളിൽ നിന്നും ഇത്തരം റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. ചികിത്സ തേടിയ കുട്ടികൾ അപകടാവസ്ഥ തരണം ചെയ്തതായും ആരോഗ്യ വിദഗ്ധർ അറിയിച്ചു. ബഹ്റൈനിലെ വിവിധ സംഘടനകളുടെ ആഭിമുഖ്യത്തിൽ ഏർപ്പെടുത്തിയിരുന്ന ചാർട്ടേഡ് ഫ്ലൈറ്റുകൾ നിർത്തിവെക്കാൻ അധികൃതർ അഭ്യർത്ഥിച്ചു. ഈ മാസം 22 വരെയാണ് നിർത്തിവെക്കാൻ പറഞ്ഞിട്ടുള്ളതെങ്കിലും അതിനുശേഷം വീണ്ടും അപേക്ഷ നൽകി കാത്തിരിക്കണമെന്നത് പ്രവാസികൾക്ക് ഇരുട്ടടിയായി മാറിയിരിക്കുകയാണ്. നിരവധി രോഗികളും ഗർഭിണികളും ജോലി നഷ്ടപ്പെട്ടവരുമായ യാത്രക്കാർ നാട്ടിലെത്താൻ കാത്തിരിക്കുമ്പോൾ ഇത്തരത്തിലൊരു നീക്കമുണ്ടായതിൽ ആശങ്കാകുലരാണ് ബഹ്റൈനിലെ സാമൂഹിക പ്രവർത്തകരും സംഘടനകളും സാധാരണക്കാരായ പ്രവാസികളും. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കി കിട്ടുന്നതിനും കാലതാമസം ഉണ്ടാകുമെന്ന് ജിദ്ദയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് അറിയിച്ചു. പുതിയ പാസ്പോർട്ട് എടുക്കുന്നതിനും നിലവിലുള്ളത് പുതുക്കുന്നതിനുമായി ലഭിക്കുന്ന അപേക്ഷകളിന്മേൽ തീരുമാനമെടുക്കാൻ പോലീസ് വെരിഫിക്കേഷൻ കൂടി വേണ്ടതുള്ളതുകൊണ്ടാണ് കാലതാമസമെന്നും കോൺസുലേറ്റ് വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കി. പുതിയ നിർദ്ദേശമനുസരിച്ച് ഓരോ അപേക്ഷകളിന്മേലും അപേക്ഷകന്റെ നാട്ടിലെ മേൽവിലാസ പ്രകാരമുള്ള അതത് പ്രദേശത്തെ പോലീസിൽ നിന്നുള്ള വെരിഫിക്കേഷൻ നിർബന്ധമാക്കിയിരിക്കുകയാണ്. ഈ റിപ്പോർട്ടിനായി നാട്ടിലേക്ക് അപേക്ഷകൾ അയച്ചതിനു ശേഷം ഏതാനും ദിവസങ്ങൾ മുതൽ 1 മാസം വരെ റിപ്പോർട്ട് ലഭിക്കാൻ സമയം വേണ്ടി വരുന്നുണ്ട്. നാട്ടിലേക്ക് പോകാൻ തയ്യാറാവുന്ന പ്രവാസികൾ ഇക്കാര്യം കണക്കിലെടുത്ത് യാത്ര തടസ്സപ്പെടാതിരിക്കാൻ മുൻകൂട്ടി തന്നെ അപേക്ഷ നൽകണം. ബഹ്റൈനിലെ സർക്കാർ മേഖലയിൽ ജോലി ചെയ്യുന്ന എല്ലാ പ്രവാസികളെയും ഈ വർഷം അവസാനത്തോടെ ഒഴിവാക്കാനൊരുങ്ങുന്നതായി റിപ്പോർട്ട്. പകരം സ്വദേശികളെ നിയമിക്കാനാണ് തീരുമാനം. രാജ്യത്ത് സർക്കാർ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന വിദേശ അധ്യാപകരെയോ അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റാനൊരുങ്ങുന്നതായും പ്രാദേശിക മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഈ വർഷം അവസാനത്തോടെ പ്രവാസികളായ സർക്കാർ ജീവനക്കാരുടെ തൊഴിൽ കരാറുകൾ അവസാനിപ്പിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് ഉന്നതതല യോഗത്തിൽ മന്ത്രിമാർ അറിയിച്ചതായി പാർലമെന്റ് സർവീസസ് കമ്മിറ്റി ചെയർമാൻ മംതൂഹ് അൽ സാലേഹ് അറിയിച്ചു. ഇതോടൊപ്പം രാജ്യത്ത് നിയമവിരുദ്ധമായി താമസിക്കുന്ന വിദേശികളെ ഡിസംബറോടെ പൂർണ്ണമായും നാടുകടത്തുമെന്ന് തൊഴിൽ സാമൂഹിക വികസന വകുപ്പ് മന്ത്രി ജലീൽ ഹുമൈദാൻ ഉറപ്പു നൽകിയതായും അദ്ദേഹം പറഞ്ഞു. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.